ഒരു കാലത്ത് $40 ബില്യൺ ആസ്തിയുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി $1 പോലും കയ്യിലെടുക്കാനില്ലാത്ത പാപ്പരായി മാറിയത് എങ്ങനെ? അദ്ദേഹത്തിന്റെ പതനത്തിന് ഉത്തരവാദി ആര്? ബിസിനസ്സുകൾ തകർന്ന് കടക്കണിയിലായതെങ്ങനെ? ഇന്ത്യയിലെ ഏറ്റവും ധനികനായ ധീരുഭായ് അംബാനിയുടെ മകനും രാജ്യത്തെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ സഹോദരനുമായ അനിൽ അംബാനിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മുകേഷ് അംബാനിയെ പോലെ തന്നെ പിതാവിന്റെ റിലയൻസ് സാമ്രാജ്യത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ രണ്ടുപേരുടെയും വിധി ഡിഫറന്റ് ആയിരുന്നു. മുകേഷ് അംബാനിയേക്കാൾ ഏറ്റവും കൂടുതൽ വിജയിച്ച അനിൽ അംബാനി വൻകിട നിക്ഷേപകരുടെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ കോടതി കയറിയിറങ്ങേണ്ട അവസ്ഥയിലെത്തിയിരുന്നു. 12 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2002 ജൂലൈ 6 റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സ്ഥാപകനായ ധീരുഭായ് അംബാനി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. തുടർന്ന് റിലയൻസ് ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന്റെ 2 മക്കളായ മുകേഷ് അംബാനിയിലും അനിൽ അംബാനിയിലും എത്തിച്ചേർന്നു. രണ്ടുപേരും ഒന്നിച്ചാണ് കമ്പനി ചുമതല ഏറ്റെടുത്തത്. മുകേഷ് അംബാനിയുടെ വീടിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. ധീരുഭായിയുടെ മരണശേഷം കമ്പനിയുടെ ആദ്യ ബോർഡ് മീറ്റിംഗ് നടന്നത് 2002 ജൂലൈ 21 മുകേഷ് അംബാനിക്ക് ചെയർമാൻ സ്ഥാനം കൈമാറിയപ്പോൾ അനിൽ അംബാനിയെ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമാക്കി. ഇവർ രണ്ടുപേരും ചേർന്ന് റിലയൻസ് ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ കമ്പനിയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി 2 സഹോദരന്മാർക്കിടയിലും പോരാട്ടം നടക്കുന്നതായി ബോർഡ് മീറ്റിംഗുകളിൽ നിന്നും വ്യക്തമായി. അനിൽ അംബാനി റിലയൻസിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോൾ മുകേഷ് അംബാനി കമ്പനിയിൽ അനിലിന്റെ തീരുമാനമെടുക്കാനുള്ള അധികാരം വെട്ടിക്കുറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. 2004 ജൂലൈ 27 കൂടിയ ഒരു ബോർഡ് മീറ്റിംഗിൽ മുകേഷ് അംബാനി ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയും അനിലിന്റെ തീരുമാനമെടുക്കാനുള്ള അധികാരം പരിമിതപ്പെടുത്തുകയും ചെയ്തു. 2004 നവംബറിലെ ഒരു ഇന്റർവ്യൂവിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള അകലം ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടത്. റിലയൻസിന്റെ ഭാവി സാധ്യതകളും ഉടമസ്ഥതയും സംബന്ധിച്ച് 2 സഹോദരന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മുകേഷ് അംബാനി സമ്മതിച്ചു. അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള മത്സരം കടുത്ത പോരാട്ടമായി മാറിയത്. പിന്നീട് 2 സഹോദരന്മാരും റിലയൻസ് ഗ്രൂപ്പിന്റെ പിളർപ്പിനായി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. മക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ കണ്ടവരുടെ അമ്മ കോകിലബെൻ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. 2004 ഡിസംബർ 28 ധീരുഭായിയുടെ ജന്മദിന ദിവസം കഫേ പരേഡിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിന്റെ 10ാം നിലയിൽ അംബാനി കുടുംബത്തെ മുഴുവൻ ഒത്തുചേരാൻ കോകില പറഞ്ഞു. അംബാനി കുടുംബത്തിലെ ശ്രീനാഥ്ജി ടെമ്പിളിൽ വെച്ച് കോകില തന്റെ മുഴുവൻ കുടുംബത്തിന്റെയും റിലയൻസ് ഗ്രൂപ്പിന്റെയും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം അറിയിച്ചു. റിലയൻസ് ബ്രാൻഡ് വിഭജിക്കരുത് എന്നാണ് കോകില ആവശ്യപ്പെട്ടത്. കൂടാതെ 2 സഹോദരന്മാരും ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് മത്സരിക്കുകയോ പുറത്തുനിന്നുള്ള ആരെയും ഇടപെടാൻ അനുവദിക്കുകയോ ചെയ്യരുത് എന്നും തീരുമാനം അറിയിച്ചു. കൂടാതെ റിലയൻസിന്റെ ഓഹരികൾ തനിക്കും 2 ആൺമക്കൾക്കും 30% എന്ന അനുപാതത്തിൽ വിഭജിക്കാനും തീരുമാനിച്ചു. കൂടാതെ 2 പെൺമക്കൾക്ക് 5% ഓഹരി നൽകാനും തീരുമാനമെടുത്തു. സഹോദരന്മാർ തമ്മിലുള്ള വഴക്കുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പെൺമക്കളുടെ ഓഹരികൾ കൂടി സംയോജിപ്പിച്ച് കമ്പനി നിയന്ത്രണം കോകിലയും അവരോടൊപ്പം തുടർന്നു. മീറ്റിംഗുകളും കൗണ്ടർ മീറ്റിംഗുകളും 2005 ജൂൺ 15 വരെ തുടർന്നു. ഇതിനിടെ ജൂൺ 18 കോകില പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിക്കുകയും ശ്രീനാഥ്ജിയുടെ കൃപ കൊണ്ട് തന്റെ 2 ആൺമക്കൾക്കിടയിലുമുള്ള പ്രശ്നം സൗഹൃദപരമായി പരിഹരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പ്രഖ്യാപനത്തിന് ശേഷം റിലയൻസ് കമ്പനിയുടെ ഓഹരികൾ അതിവേഗം ഉയരാൻ തുടങ്ങി. എന്നാൽ ഇതിനു ശേഷവും കമ്പനിയുടെ വിഭജനം നടന്നിട്ടുണ്ടായിരുന്നില്ല. 2005 ഡിസംബറിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഗ്രീൻ സിഗ്നൽ കിട്ടിയതിനെ തുടർന്ന് ബോംബെ ഹൈക്കോടതി റിലയൻസ് ഇൻഡസ്ട്രിയുടെ വിഭജനത്തിന് അംഗീകാരം നൽകി. ധീരുഭായ് അംബാനിയുടെ ഏകദേശം 99,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വിഭജനത്തിൽ റിലയൻസ് ഗ്രൂപ്പിന്റെ പരമ്പരാഗത കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, IPCL എന്നിവയുടെ കമാൻഡ് മുകേഷ് അംബാനിക്കാണ് കിട്ടിയത്. അതേസമയം അനിൽ അംബാനിക്ക് റിലയൻസ് ഇൻഫോകോം, റിലയൻസ് എനർജി തുടങ്ങിയവയാണ് കിട്ടിയത്. ഇതിനുശേഷം 2006 ജനുവരി 3 അനിൽ അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബോർഡിൽ നിന്ന് രാജിവെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്രസമ്മേളനത്തിൽ അനിൽ ADAE, അതായത് അനിൽ ധീരുഭായ് അംബാനി എന്റർപ്രൈസസ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അനിൽ അംബാനിയുടെ എല്ലാ ആസ്തികളുടെയും ഹോൾഡിംഗ് കമ്പനിയായി അത് മാറാൻ പോവുകയായിരുന്നു. കൂടാതെ തന്റെ ഭാവി പരിപാടികളെപ്പറ്റിയും പദ്ധതികളെപ്പറ്റിയും സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അനിലിന്റെ ബിസിനസ് എക്യുപ്മെന്റും ഡൈനാമിക് പേഴ്സണാലിറ്റിയും കമ്പനിയുടെ വളർച്ചാ സാധ്യതകളും കണക്കിലെടുത്ത് വരാനിരിക്കുന്നത് അനിൽ അംബാനിയുടെ യുഗമാണെന്ന് പലരും വിശ്വസിച്ചു. 2005 ജൂലൈ 1 ഫിലിം പ്രോസസിംഗ്, പ്രൊഡക്ഷൻ, എക്സിബിഷൻ, ഡിജിറ്റൽ ക്യാമറ എന്നിവയുമായി ബന്ധമുള്ള ആർട്ലാബ്സ് ഫിലിംസിന്റെ ഭൂരിഭാഗം ഓഹരികളും വാങ്ങിക്കൊണ്ട് അനിൽ അംബാനി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ഇതിനിടെ കൃഷ്ണ ഗോദാവരി നദീതടത്തിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന വാതകവുമായി ബന്ധപ്പെട്ട് 2 സഹോദരന്മാർ തമ്മിൽ വീണ്ടും നിയമയുദ്ധം ആരംഭിച്ചു.
ഈ വിഷയത്തിൽ ഉടമ്പടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനിൽ തന്റെ ധാത്രി പവർ പ്രോജക്റ്റിനു വേണ്ടി മുകേഷ് അംബാനിയുടെ ഗ്യാസ് വിതരണ കമ്പനിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ പ്രകൃതിവാതകം ആവശ്യപ്പെട്ടു. തുടർന്ന് വിഷയം സുപ്രീം കോടതിയിലെത്തി. 2008 ജനുവരി ആയപ്പോഴേക്കും മൾട്ടിപ്ലക്സുകളായ ആഡ് ലാബ്സിന് ഇന്ത്യയിലും വിദേശത്തുമായി 700-ലധികം സ്ക്രീനുകൾ ഉണ്ടായിരുന്നു. ഇതോടെ അനിൽ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് ഉടമയായി മാറി. 2008 ജനുവരി 18-ന് അനിലിന്റെ റിലയൻസ് പവർ ലിമിറ്റഡിന്റെ IPO ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു. 1 മിനിറ്റിനുള്ളിൽ 69% ഓഫറിനായി ഓർഡറുകൾ ആകർഷിച്ചു. തുടർന്ന് നിക്ഷേപകർക്ക് അനിൽ അംബാനിയിലുള്ള വിശ്വാസം കൂടി. അനിലിന്റെ എല്ലാ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെയും കമ്പൈൻഡ് വാല്യൂഷൻ അതിന്റെ ഇക്കാലത്തെ ഉയർന്ന $50 ബില്യൺ എത്തി. അങ്ങനെ അനിൽ സമ്പന്നരുടെ പട്ടികയിൽ 6ാം സ്ഥാനത്തെത്തി. 2008 ജൂലൈ മാസത്തിൽ തന്നെ പ്രശസ്ത അമേരിക്കൻ ചലച്ചിത്ര സംവിധായകനായ സ്റ്റീവൻ സ്പീൽബർഗിന്റെ നിർമ്മാണ കമ്പനിയുമായി ചേർന്ന് അനിൽ സിനിമകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ഹോളിവുഡിൽ ഒരു സ്റ്റുഡിയോ നിർമ്മിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു. 2009 ജൂലൈയിൽ അനിലിന്റെ കമ്പനി സ്പിൽബർഗും സ്റ്റേസി സ്നൈഡറുമായി സഹകരിച്ച് ഒരു പുതിയ നിർമ്മാണം ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി $825 ദശലക്ഷം ധനസഹായവും അനിൽ നൽകി. ഇരുവരും തമ്മിലുള്ള ഈ എഫേർട്ട് പിന്നീട് 2012 ഓസ്കാറിൽ എത്തിച്ചേർന്നു. അവിടെ ലിങ്കൻ എന്ന ഫീച്ചർ ഫിലിം 85ാമത് അക്കാദമി അവാർഡിൽ 11 വിഭാഗങ്ങളിലായി നാമകരണം ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിനിടയിൽ അനിൽ അംബാനിയുടെ നല്ല സമയം അസ്തമിക്കാൻ തുടങ്ങി. 2008 സാമ്പത്തിക തകർച്ചയോടെ അനിലിന്റെ പതനത്തിന്റെ ഘട്ടം ആരംഭിച്ചു. ഇന്ത്യയിലെ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി $2 ബില്യൺ അധിക കടമെടുത്ത് അനിൽ അംബാനി ഇൻഫ്രാസ്ട്രക്ചറിൽ വൻ നിക്ഷേപം നടത്തിയിരുന്നു. അതുമാത്രമല്ല, അവരുടെ ആഗോള സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ദക്ഷിണാഫ്രിക്കൻ കമ്പനിയായ MTNുമായി ജോയിന്റ് വെഞ്ചർ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതും വിജയിക്കുമെന്നും കടം വീട്ടാനാകുമെന്നും അദ്ദേഹം കരുതിയിരുന്നു. എന്നാൽ മുകേഷ് അംബാനിയുടെ സ്ഥാപനവുമായുള്ള നിയമപ്രശ്നങ്ങൾ കാരണം റിലയൻസ് കമ്മ്യൂണിക്കേഷൻ 2008 ജൂലൈ 18-ന് MTN ഇടപാടിൽ നിന്ന് പിന്മാറി. സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ മാത്രം അനിലിന് ഗ്യാസ് വിതരണം ചെയ്യാൻ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അനിലിന് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരേ വ്യവസായത്തിൽ നിന്ന് മത്സരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയും ഒഴിവാക്കി. തുടർന്ന് മുകേഷ് അംബാനി ടെലികോം രംഗത്തേക്ക് പ്രവേശിച്ചു. 2011 ഏപ്രിൽ മാസത്തിൽ അനിൽ അംബാനിയുടെ മാനേജിംഗ് ഡയറക്ടറും 2 വൈസ് പ്രസിഡന്റുമാരും തെറ്റായ വിലയുള്ള മൊബൈൽ നെറ്റ്വർക്ക് ലൈസൻസുകൾ നേടി എന്ന സംശയത്തിന്റെ പേരിൽ അറസ്റ്റിലായി. 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിയെയും CBI ചോദ്യം ചെയ്തു. ഈ സമയത്ത് അനിൽ അംബാനിയുടെ മടക്ക് നികുതി $88.8 ബില്യൺ തന്റെ വർദ്ധിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾക്കും അഴിമതികൾക്കുമിടയിൽ അനിൽ പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാനും റിലയൻസ് കമ്മ്യൂണിക്കേഷനുമായി ICBC, CDB, എക്സിം ബാങ്ക് ഓഫ് ചൈന എന്നിവയിൽ നിന്ന് പേഴ്സണൽ ഗ്യാരണ്ടിയിൽ $1.2 ബില്യൺ വായ്പയെടുത്തു. 2010 സെപ്റ്റംബറിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഗ്യാസ് വില വർദ്ധിച്ചതും ഭൂമി ഏറ്റുവാങ്ങലിലെ ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി അനിൽ അംബാനി ധാത്രി പവർ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി. 2014 ഡിസംബറിൽ അനിൽ അംബാനിയുടെ ബിഗ് സിനിമാസ് കാർണിവൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു. 2016 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ അനിൽ അംബാനിയുടെ പല കമ്പനികളും കടത്തിലും ഓപ്പറേഷണൽ ഇഷ്യൂസിലും കുടുങ്ങി. ഒരു വശത്ത് റിലയൻസ് പവറിന് അതിന്റെ ആസ്തികൾ വിൽക്കേണ്ടി വന്നപ്പോൾ മറുവശത്ത് റിലയൻസ് കമ്മ്യൂണിക്കേഷന് കഴിഞ്ഞ 3 വർഷമായി അതിന്റെ 98% മൂല്യം നഷ്ടപ്പെട്ടിരുന്നു. ഇതുമൂലം അനിൽ അംബാനിയുടെ ആസ്തി $2.5 ബില്യൺ കുറഞ്ഞു. 2016 സെപ്റ്റംബറിൽ ജിയോ അവതരിപ്പിച്ചുകൊണ്ട് മുകേഷ് അംബാനി ഇന്ത്യൻ ടെലിഫോൺ വിപണിയെ മാറ്റിമറിച്ചു. ഇത് ഇന്ത്യൻ മൊബൈൽ ടെലിഫോൺ വിപണിക്ക് മാത്രമല്ല അനിൽ അംബാനിക്കും വലിയ തിരിച്ചടി നൽകി. റിലയൻസിൽ നിന്നുള്ള പേയ്മെന്റ് കാലതാമസം കാരണം 2017 സെപ്റ്റംബറിൽ എറിക്സൺ തങ്ങളും റിലയൻസ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള മൾട്ടി ഇയർ മാനേജ് സർവീസ് എഗ്രിമെന്റ് ലംഘിക്കുകയും റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അവരുടെ കുടിശ്ശികയായ $1 ബില്യൺ തിരിച്ചടയ്ക്കാൻ NCLT-യിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. 2019 ഫെബ്രുവരി 19 ആയപ്പോഴേക്കും അനിൽ അംബാനിയുടെ മൊബൈൽ ടെലിഫോൺ സംരംഭമായ ആർക്കോം തകർച്ചയുടെ വക്കിലെത്തിയെന്ന് മാത്രമല്ല, അതിന്റെ വായ്പക്കാർക്ക് 48,000 കോടി കമ്പനി തിരിച്ചടയ്ക്കേണ്ടി വന്നു. ആർക്കോമിന്റെ ഫുൾ ഫോം അറിയാവുന്നവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എറിക്സൺ കേസിൽ വാദം കേൾക്കുന്നതിനിടെ 4 ആഴ്ചയ്ക്കകം അനിലിനോട് കുടിശ്ശിക തീർക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. കൂടാതെ അനിലിന്റെ മുൻകാല നിലപാടുകളും കോടതി അലക്ഷ്യവും പരിഗണിച്ച് ഉത്തരവ് ലംഘിച്ചാൽ 4 ആഴ്ചയ്ക്ക് ശേഷം ജയിലിലേക്ക് അയക്കാനും ഉത്തരവിട്ടു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുകേഷ് അംബാനി അദ്ദേഹത്തിന് സഹായഹസ്തം നീട്ടി. ജയിലിൽ പോകുന്നതിൽ നിന്ന് സഹോദരനെ രക്ഷിച്ചു. റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ 453 കോടി വായ്പ സുപ്രീം കോടതിയുടെ സമയപരിധിക്ക് 1 ദിവസം മുമ്പ് തിരിച്ചടച്ചു. ജൂലൈ മാസമായപ്പോഴേക്കും അനിൽ അംബാനിയുടെ ആസ്തിയുടെ 0.5% മാത്രമാണ് അവശേഷിച്ചത്. 2012 3 ചൈനീസ് ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ അനിൽ തിരിച്ചടച്ചില്ലായിരുന്നു. അനിലിന്റെ ഭാഗത്തുണ്ടായ വിട്ടുവീഴ്ച കണക്കിലെടുത്ത് ബാങ്ക് സംഭവം കോടതിയിലെത്തിച്ചു. 2020 ഫെബ്രുവരി 7-ന്
തന്റെ ബാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ തന്റെ ആസ്തി 0 എന്ന് അനിൽ കോടതിയെ അറിയിച്ചു. തന്റെ ദാരിദ്ര്യവും പേഴ്സണൽ അസിസ്റ്റന്റ് അഭാവവും ഒക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പേഴ്സണൽ പാപ്പരാത്തം അവകാശപ്പെട്ടു. എന്നാൽ അനിൽ അംബാനിയുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ മറ്റ് കുടുംബാംഗങ്ങളും ഇപ്പോഴും ശതകോടീശ്വരന്മാരാണ്. അവർക്ക് $1 ബില്യൺ മൂല്യമുള്ള യാച്ചുകളും കാറുകളും ജെറ്റ് വിമാനങ്ങളും മറ്റ് സ്വത്തുക്കളും ഒക്കെയുണ്ട്. 2021 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ പണ്ടോറ പേപ്പേഴ്സിൽ അനിൽ അംബാനിയുടെ $1.3 ബില്യൺ ഓഫ്ഷോർ അക്കൗണ്ടുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്വയം അവകാശപ്പെട്ട പാപ്പരായവരുടെ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ നിന്ന് അനിൽ അംബാനി മാറി നിൽക്കുന്നതായിട്ടാണ് കാണാനാകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം മുകേഷ് അംബാനിയാണോ അതോ അനിൽ അംബാനിയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.